ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാമെന്നുള്ളത്. ഇന്നിവിടെ സാറ്റർഡേ ആണ്, അപ്പം എംപ്ലോയീസൊക്കെ വളരെ കുറവാണ്. നമുക്കിവിടെ ഹാഫ് ഡേ ആണ്, 3 മണി വരെയാണ് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് സൗദി പ്രിഫർ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്കമിങ് നേഴ്സസിന് സൗദി പ്രിഫർ ചെയ്യുമെന്ന്. ഡെഫിനറ്റ്ലി ഞാൻ സൗദി ചൂസ് ചെയ്യും. കാരണം ഇപ്പോൾ BSc പഠിച്ചിറങ്ങി അല്ലെങ്കിൽ GNM പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതെന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു പേയ്മെൻറ്റിനേക്കാളും കൂടുതലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് നേഴ്സസിന് ഭയങ്കര ഉപകാരമായിരിക്കും. 1 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇവിടെ ഏകദേശം 1 ലക്ഷം രൂപ മേലെ സാലറി നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സൗദിയിലെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു നേഴ്സാണ്, ഒരു ഗവൺമെൻറ് സെറ്റിങ്ങിലോട്ടാണ് വന്നിരിക്കുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. എക്സ്പെൻസ് ഫുൾ അവർ നോക്കിക്കോളും. അതായത് അക്കോമഡേഷൻ, ഫുഡ്, ട്രാവൽ എക്സ്പെൻസൊക്കെ അവർ നോക്കും. പിന്നെ നമുക്ക് ഫാമിലി വിസ കിട്ടും. ഇപ്പോൾ ഫാമിലീനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ലെവി അടയ്ക്കേണ്ട, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഗവൺമെൻറ് കയറിയാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സാലറി കൂടാണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ള ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫ്രീ ആണ്. പിന്നെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരും ഓരോ ടൈപ്പാണ് നമുക്ക് ബെനിഫിറ്റ്സ് തരുന്നത്. ഇപ്പോൾ പ്രൈവറ്റിൽ ചിലപ്പോൾ അവർ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ ചിലപ്പോൾ അക്കോമഡേഷൻ്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ഫുഡ് അവൈലബിൾ ആയിരിക്കത്തില്ല. ചില ആൾക്കാർ ഫുഡിൻ്റെ എമൗണ്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലും ഞാൻ നോക്കിയിട്ട് വേറെ എവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സൗദിയിൽ വർക്ക് ചെയ്താൽ സേവ് ചെയ്യാൻ പറ്റും. ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഇവിടെ മിച്ചം പിടിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് വന്നത്, ദുബായ് ഓർ സൗദി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സൗദിയാണ് ചൂസ് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് GNM ഓർ BSc എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. GNM ഓർ BSc എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനെപ്പോഴും പറയുന്നത് BSc ചൂസ് ചെയ്യാമെന്നാണ്. കാരണം ഇപ്പോൾ നമ്മൾ GNM പഠിച്ചു കഴിഞ്ഞാലും GNMന് ഇപ്പോൾ അഡ്മിഷൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നിർത്തുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ GNM പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പോസ്റ്റ് BSc എടുക്കാതെ ഒരു കാര്യം ഉണ്ടാവില്ല ഫ്യൂച്ചറിലോട്ട്. അതേസമയം BSc ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു 4 ഇയേഴ്സിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കുള്ള വാല്യൂവും കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും BSc എടുക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. പിന്നെ ടഫ് ഓർ ഈസി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കുറച്ചുകൂടി ഈസി ആണല്ലോ. അടുത്ത ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടഫ് ഓർ ഈസി എന്നാണ് ചോദിച്ചേക്കുന്നത്. ടഫാണ്, ഡെഫിനറ്റ്ലി ടഫാണ്. നഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ പണ്ടൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു പഠിക്കില്ലാത്ത പിള്ളേരെ നഴ്സിങ്ങിന് പോകുന്നതെന്നൊക്കെ. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. ഒരു സപ്ലൈ ഒന്നും ഇല്ലാണ്ട്. പണ്ടൊക്കെ ബാക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സെം വൈസാന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തിരുന്നാലും നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മളതുപോലെ കുത്തിയിരുന്ന് പഠിക്കണം. നഴ്സിങ്ങിന് പോയതിന് ശേഷമാണ് ഞാൻ ഇത്ര കൂടുതൽ എൻ്റെ ലൈഫിൽ പഠിച്ചേക്കുന്നത്. അല്ലാണ്ട് ഞാൻ 10ലോ +2 ഒന്നും എനിക്ക് വലിയ മാർക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്ന് പഠിച്ചിട്ടുമില്ല. പക്ഷെ വൺസ് നമ്മൾ നഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടറിയാം. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കേരളയാണോ ഔട്ട്സൈഡാണോ നല്ലതെന്ന് നഴ്സിങ്ങിന്. ഇപ്പോൾ പഠിക്കുന്ന കോളേജിനെ ഞാനൊക്കെ പഠിച്ചത് ഏകദേശം ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജിലൊന്നും അല്ല ഞാൻ പഠിച്ചത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ല ബേസ് കിട്ടി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കൂടി ഇപ്പോൾ നമ്മളൊരു പൊട്ട കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതാ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുമ്പോഴും നമ്മുടെ കോളേജ് ഏതാണെന്നുള്ളത് എഫക്റ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം 1 ഇയർ എക്സ്പീരിയൻസ് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റൽ NABH ആയിട്ടുള്ള ഹോസ്പിറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു വിഷയമല്ല. കാരണം റീസെൻ്റായിട്ട് നമ്മളെടുക്കുന്ന എക്സ്പീരിയൻസ് അനുസരിച്ചാണ് പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ റീസെൻ്റ് എക്സ്പീരിയൻസാണ് ഇമ്പോർട്ടൻ്റ് എന്നേ ഞാൻ പറയുള്ളൂ. അടുത്തത്
നഴ്സിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചെറിയൊരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നഴ്സിങ്ങിൻ്റെ ബെനിഫിറ്റും അതുപോലെ തന്നെ ഡീമെറിറ്റ്സും അതിൽ ഉണ്ടാവും. നീറ്റ് വാല്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീറ്റ് വാല്യൂ നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള ഒരു 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 ക്രൈറ്റീരിയ മാത്രമാണ് നീറ്റ്. നന്നായിട്ട് എഴുതുക, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ വിൽ യു ചൂസ് സൗദി ഓർ എനി അതർ കൺട്രീസ് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. സൗദി ഞാൻ ചൂസ് ചെയ്യും. നമുക്ക് ഇപ്പം പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കണം, അങ്ങനെയുള്ളവർക്ക് സൗദി ബെസ്റ്റാണ്. അതുപോലെ സിംഗിളായിട്ടുള്ളവർക്ക് ബെസ്റ്റാണ്. കാരണം സിംഗിളായിട്ടുള്ളവർക്ക് ഞാൻ സൗദി ചൂസ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറേ കൂടി പൈസ സേവ് ചെയ്യാൻ പറ്റും. സിംഗിളായിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി ബെനിഫിറ്റാണത്. പിന്നെ ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ളവരാണ്, കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഫാമിലി ടൈമും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ ആൾക്കാർ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ഫാമിലി ടൈം ഭയങ്കര കുറച്ചായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഫാമിലിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ എന്നാൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, സിംഗിൾ ലൈഫാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാം. അതുപോലെ നമ്മളിതൊന്നും വർക്കിംഗ് അവേഴ്സൊന്നും നമ്മൾ അത്ര വലിയ എഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്കോപ്പ് എന്താണെന്നുള്ളത്. നേഴ്സിങ്ങിൻ്റെ സ്കോപ്പിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയി കഴിഞ്ഞാലും നേഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടും. നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ രാജ്യങ്ങളിലോട്ട് പോകാനുള്ള അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും റിക്വയർമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി നഴ്സിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ വീട്ടിൽ കുത്തിയിരുന്ന് ജീവിതം കഴിക്കേണ്ട ആവശ്യം വരില്ല. എങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും ഒരു ലെസ് സാലറിക്കാണെങ്കിൽ കേരളത്തിൽ പോലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സാലറി എങ്ങനെയാണ്, നാട്ടിലാണോ ഇവിടെയാണോ ബെറ്റർ ഓപ്ഷൻ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നുമില്ല, എന്നാൽ നിങ്ങൾക്ക് പ്രൊഫഷൻ കളയാണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് നാട്ടിൽ ജോലി ചെയ്യുന്ന ഇവിടെ ജോലി ചെയ്യുന്നത് നമ്മൾ ഡിഫറൻസ് ഉണ്ട്. വീട്ടുകാരെയൊക്കെ കാണാം, അത്യാവശ്യം രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന പോലെ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാം. ഇപ്പോഴും അവരുമായിട്ടൊരു ടച്ച് നമുക്കുണ്ടാവും. അത് ഒരു നമ്മുടെ വീടിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് നല്ലതായിരിക്കും. പക്ഷേ ബാക്കി നമ്മുടെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തും കാര്യങ്ങളും നോക്കുകയാണ്, കുറച്ചുകൂടി പേയ്മെൻറ്റ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് എന്തായാലും അബ്രോഡ് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റൊക്കെ ഭയങ്കര നല്ല ഓപ്ഷനാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടിൽ എനിക്ക് 15,000 രൂപയാണ് സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ ഞാൻ ചെയ്ത ജോലിനെക്കാട്ടിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് സൗദിയിൽ വന്നപ്പോൾ എനിക്ക് അതിനേക്കാളും ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആയതുകൊണ്ടാണ് എനിക്ക് ലെസ് വർക്ക് പ്രഷറാണ്. അതുപോലെ തന്നെ ജോലി വളരെ കുറവാണ്. ഞാൻ സത്യം പറഞ്ഞാൽ 5,000 രൂപയ്ക്കുള്ള ജോലി പോലും ഇവിടെ ചെയ്യുന്നില്ല. എന്നാൽ പോലും എൻ്റെ പേയ്മെൻറ്റ് ഈ 15,000-നേക്കാളും എത്രയോ മടങ്ങാണെന്നറിയോ. അപ്പം അത്രയാണ് പറയാനുള്ളൂ. നാട്ടിൽ ഏകദേശം കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ നോക്കി 40,000-40,000 രൂപ കിട്ടുമായിരിക്കും. ഏറ്റവും കൂടിയ സാലറി അതായിരിക്കും കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1,00,000 മണ്ടയ്ക്കാണ് കിട്ടുന്നത്. അപ്പം അതാണ് ഡിഫറൻസ്. നമ്മൾ അവിടെ ചെയ്യുന്നവർക്കും ഇവിടെ ചെയ്യുന്നവർക്കും തമ്മിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതല്ലെങ്കിൽ നാട്ടിൽ വല്ല ഗവൺമെൻറ്റിലും കിട്ടണം. ഗവൺമെൻറ് കിട്ടി ഒരു 10,000-50,000 രൂപയൊക്കെ സ്റ്റാർട്ടിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ എൻ്റെ അഭിപ്രായം കേട്ടോ പറയുന്നത്, അല്ലാതെ ഞാൻ പോയി കുറേ റിസർച്ചുകൾ ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതാണ് സത്യം എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടാൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക. ഞാൻ എൻ്റെ വെരി പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ സൗദിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസിനെ ഞാൻ ആൻസർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് വേക്കൻസി ചോദിച്ചിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിയൽ ഫീൽഡിലെ വേക്കൻസി ആട്ടോ ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ നഴ്സുമാർക്ക്, ഫീമെയിൽ നഴ്സുമാർക്ക് വേക്കൻസി വളരെ കുറവാണ്. അത് എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണത് ഫില്ലാവുന്നത്, അതൊന്നും പറയാൻ പറ്റില്ല. പ്രഡിക്റ്റബിൾ അല്ല. കുറേ പേര് മെസ്സേജ് ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്, വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. ഇൻഡസ്ട്രിയൽ ഫീൽഡ് ഞാൻ നോക്കിയിട്ട് മലയാളീസ് വളരെ കുറവാണ്.
ഫീമെയിൽസ്. അവർക്കുള്ള ടെൻഷൻ കാരണമായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യാൻ വരാത്തത്. പാകിസ്ഥാനികളും അതുപോലെ തന്നെ ഫിലിപ്പീൻസും ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, നല്ല റിലാക്സിങ് ആയിട്ടുള്ള വർക്കുമാണ്. നമ്മൾ വൺസ് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്തോരം ഫ്രീ ആണ് നമ്മളെന്നുള്ളത്. അപ്പോൾ വേക്കൻസി വരുന്നത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷെ അത് എപ്പോഴത്തേക്ക് വരും, എപ്പോൾ ഫില്ലാവും അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. പ്രഡിക്റ്റബിൾ അല്ല. മെയിൽസിനാണ് കുറേ കൂടി കൂടുതൽ സാധ്യത. അവർക്ക് എപ്പോഴും വേക്കൻസീസ് വരാറുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് ഏജൻസി ഏതാണ്? ഞാനൊരു ഏജൻസിയും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഞാൻ വരാൻ നേരത്ത് കുറേ ഏജൻസികളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആദ്യമേ തന്നെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നിന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവർ ഏജൻസികൾ ഇവിടെ കൊണ്ടുവന്ന് ഒരിടത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പരിപാടി തീർന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ഏജൻസി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. വേക്കൻസി ഉണ്ട്, എവിടെയെങ്കിലും ക്ലിനിക്കോ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് അല്ലാണ്ട് എനിക്ക് കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി വെച്ചിട്ട് ഞാനിവിടെ തൽക്കാലം ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. ആരെയും നിർബന്ധിക്കുന്നതല്ല. നമ്മളിവിടെ വന്ന് ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷം കിട്ടുന്ന എൻക്വയറീസാണ്. ഏജൻസിയിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ പറ്റിക്കില്ലല്ലോ എന്ന, വീഡിയോസൊക്കെ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ പറ്റിക്കില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ചോദിക്കുന്നതാണോന്ന് അറിയില്ല. ഞാനിതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ ട്രസ്റ്റഡ് ആയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പാൻട്രിയിൽ ഇരിക്കുന്നത് കൊണ്ട് സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ, എൻ്റെ സജഷൻ എന്താണെന്നുള്ളത്. ഹോസ്പിറ്റൽ, ക്ലിനിക്, ഇൻഡസ്ട്രിയൽ, അതുപോലെ എന്താണ് എൻ്റെ സജഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫ്രഷറായിട്ടുള്ളത് അല്ലെങ്കിൽ റീസെൻറ്റ് 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി കരിയർ ഡെവലപ്മെൻറ്റ് വേണം. അതുപോലെ കുറച്ചുകൂടി നിങ്ങളുടെ പ്രൊഫഷനിൽ ഫോക്കസ് ചെയ്യണം. നല്ല രീതിക്ക് ജോലി എടുക്കാൻ വില്ലിങ് ആണ്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഓക്കെയാണ്. 12 hours ഷിഫ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് എന്തായാലും MOD, MOH, MOU ഒക്കെ വന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതാണ് ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ഫസ്റ്റ് സജഷൻ അത് തന്നെയാണ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. കാരണം അവിടെ നമുക്ക് ഒരുപാട് എപ്പോഴും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, നമുക്ക് അപ്ഡേറ്റഡ് ആവാൻ പറ്റും. അതുപോലെ സാലറി ബേസ് കൂടുതലാണ്, ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അടുത്തത് നമ്മുടെ പേഴ്സണൽ സജഷനാണ്. ഒരുപാട് ജോലി എടുക്കാൻ പറ്റത്തില്ല, എന്നാൽ നൈറ്റ് ഷിഫ്റ്റ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ കയറാൻ ഓക്കെയാണെന്നുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. ഇനിയിപ്പം വേറെ എന്തെങ്കിലും ആഗ്രഹമായിട്ട് വന്നവരാണ്, അതായത് പ്രൊഫഷൻ കളയാണ്ട് കീപ്പ് ചെയ്യണം, എന്നാൽ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇൻഡസ്ട്രിയൽ ഫീൽഡ് ചൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ എത്ര സ്കിൽഡ് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ഡെയിലി നമ്മൾ ഹോസ്പിറ്റലിൽ പെരുമാറുന്ന പോലെ കേസുകൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നല്ല പോലെ കാനുലേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പോലും ആ ടച്ച് പോലും നമുക്ക് വിട്ടു. നമുക്ക് അങ്ങനെ പോലും ഒരു കാനുലേഷൻ പോലും ചെയ്യേണ്ട ആവശ്യം ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ വരുന്നില്ല. അതുകൊണ്ട് സ്കില്ല് കംപ്ലീറ്റ്ലി നശിക്കും. അപ്പം നമുക്കെന്നാ റിലാക്സ്ഡ് ആണ്, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, ഇവിടെ വന്ന് സാലറി മേടിക്കണം, അതുപോലെ തന്നെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളവർക്ക് ഇതൊക്കെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ സജഷൻ. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാന്നേ ഉള്ളൂ. നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്ത് ഇത് തന്നെ എടുക്കണം എന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ചോദിച്ചേക്കുന്നത് എൻ്റെ സാലറി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സാലറി ആക്ച്വലി റിവീൽ ചെയ്യുന്നത് മോശമല്ലേ? അങ്ങനെ ആരും പറയാറില്ല സാലറി. പക്ഷേ ഒരു ഭേദപ്പെട്ട സാലറി കിട്ടുന്നത്, ഞാൻ ചെയ്യുന്ന പണിക്കുള്ള സാലറി കിട്ടുന്നതെന്ന് പറയുന്നില്ല. കാരണം ഞാനിവിടെ ഒരു പണിയും ചെയ്യുന്നില്ല. ഫിസിക്കൽ വർക്ക് ഭയങ്കര കുറവാണ്, പക്ഷേ എന്നാൽ മെൻ്റൽ വർക്ക് ഇത്തിരി കൂടുതലുണ്ട്. സാലറി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ഉണ്ട്, നല്ല സാലറി ഉണ്ട്. ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റ് മാത്രമേ നമുക്കുള്ളൂ.
അലവൻസ് വേറെ ഒന്നും കിട്ടുന്നില്ല, ഫാമിലി വിസ കിട്ടുന്നില്ല, അതുപോലെ തന്നെ അക്കോമഡേഷൻ കിട്ടുന്നില്ല. ഞാനിവിടെ ഹസ്ബൻഡുമായിട്ടാണ് നിൽക്കുന്നത്, അപ്പം നമ്മൾ വേറെ സെപ്പറേറ്റ് അക്കോമഡേഷൻ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചോദിച്ചേക്കുന്നത് നേഴ്സിംഗ് കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡൻസ് അറിയാൻ എന്താണ് എനിക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുകയാണ്. നേഴ്സിംഗ് കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡൻസ് അറിയാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും അവർക്ക് നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അബ്രോഡ് പോകണോ, നാട്ടിൽ നിൽക്കണോ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ വേണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഞാനൊക്കെ അതില്ലാണ്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കുറേ വർഷങ്ങൾ എൻ്റെ ഡ്രോപ്പായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കരിയറിൽ ബ്രേക്ക് എടുക്കരുത്. എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ പുറത്തെവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റിക്വയർമെൻറ്റ്സൊക്കെ കഴിഞ്ഞ് നേരെ വർക്ക് ചെയ്യാൻ പോവാം. ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് എടുക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് എടുക്കാം. ഇന്ന് എനിക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ തട്ടിക്കൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക.